पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 14-ാമത്തെ അധ്യായം ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം 7 മുതൽ 10 വരെ വായിക്കാം. ക്വചിത് അശേഷദോഷനിഷദനം പൂരീശവിശേഷം തദ്വർണഗുണനിർമ്മിതമതി സുവർണമുപാസിത സുവർണമുപാദി സത്യത്നി കാമകാരദായിവോൽമുഖാപിശാചം അധാ കഥാചിന്നിവാസപാനീയ ദ്രവിണാദ്യനേകാത്മോപജീവനാഭിനിവേശ ഏതാസ്യാം സംസാരഡവ്യാമിതസ്തഥാ പരിധാവതി. ക്വചിച്ഛാവാത്യോപമ്യയാ പ്രമദയാരോഹമാരോപിതസ്തത്കാലാരജസാ രജനീഭൂത ഇവ സാധുമര്യാദോ രജസ്വലാക്ഷോഭി ദിക്ദേവതാ അതിരജസ്വലാ മതിർന വിജാനാതി. ക്വചിത് സകൃതാ അവഗത വിഷയാ വൈതത്യ സ്വയം പരാഭിധ്യാനേന വിഭ്രംശിതാ സ്മൃതിസ്തയൈവ മരീചിതോയ പ്രായാം സ്ഥാനേവാഭിധാവതി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 14 ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം 7. ക്വചിച്ഛേഷദോഷനിഷദനം പുരീഷാവിശേഷം ത്വദർണ ഗുണനിർമ്മിതമതി സുവർണമുപാദിൽസ്യതി അഗ്നികാമകാതര ഇവോൽമുഖ പിശാചം. വിവർത്തനം. ചില സമയത്ത് ജീവസത്ത മഞ്ഞമലമായ സ്വർണത്തിൽ തൽപരനാവുകയും അതിന്റെ പിന്നാലെ പായുകയും ചെയ്യുന്നു. ആ സ്വർണമാണ് ഭൗതിക ഐശ്വര്യത്തിന്റെയും അസൂയയുടെയും സ്രോതസ്. അത് ഒരുവനെ ലൈംഗിക ജീവിതത്തിനും മാംസ ഭക്ഷണത്തിനും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനും ചൂതാട്ടത്തിനും പ്രാപ്തരാക്കുന്നു. രജോ ഗുണത്താൽ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്നവൻ സ്വർണത്തിന്റെ വർണ്ണത്താൽ ആകർഷിക്കപ്പെടുന്നു. വനത്തിലെ തണുപ്പിൽ വിറങ്ങലിക്കുന്ന ഒരുവൻ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെ പ്രകാശത്തിളക്കം കണ്ട് അഗ്നി എന്ന് കരുതി അതിനടുത്തേക്ക് ഓടുന്നത് പോലെ. ശ്ലോകം 8. അതാ കഥാചിത് നിവാസ പാനീയാ ദ്രവിണ ആദ്യ അനേക ആത്മ ഉപജീവനാഭിനിവേശ ഏതാസ്യാം സംസാരഡവ്യാം ഇത തഥാ പരിതാവതി. വിവർത്തനം. ചില സമയങ്ങളിൽ ജീവസത്ത പാർപ്പിടം, ജലം, ശരീര സംരക്ഷണത്തിനുള്ള പണം മുതലായവ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ മുഴുകുന്നു. നാനാവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഉദ്യമങ്ങളിൽ ഒരേ സമയം വ്യാപൃതനാകുന്ന അവൻ എല്ലാം വിസ്മരിച്ച ഭൗതിക അസ്തിത്വമാകുന്ന വനത്തിനു ചുറ്റും ഓടി നടക്കുന്നു. ശ്ലോകം 9. ക്വചിച്ഛവാത്യ ഔപമ്യയാ പ്രമദയാ ആരോഹ ആരോപിതാ തത്കാല രജസ രജനീഭൂത ഇവ സാധുമര്യാദോ രജസ്വലാക്ഷോഭി ദിഗ്ദേവത അതിരജസ്വലമതിർന വിജാനാദി. വിവർത്തനം. ചിലപ്പോൾ ഒരു ചുഴലിക്കാറ്റ് പറത്തുന്ന പൊടിപടലത്താൽ അന്ധത ബാധിക്കുന്നത് പോലെ ബദ്ധാത്മാവ് പ്രമദ എന്ന് വിളിക്കപ്പെടുന്ന എതിർലിംഗത്തിന്റെ സൗന്ദര്യം കണ്ട് അന്ധനാകുന്നു. അപ്രകാരം വ്യാമോഹിതനാകുന്ന അവൻ ഒരു സ്ത്രീയുടെ മടിയിലേക്ക് ഉയർത്തപ്പെടുകയും ആ സമയത്ത് അവന്റെ എല്ലാ സദ്ബോധവും രജസ്സിന്റെ ശക്തിയാൽ മറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം കാമാന്തനായി തീരുന്ന അവൻ ലൈംഗിക ജീവിതത്തിന്റെ നിയമങ്ങളെയും ക്രമങ്ങളെയും നിരാകരിക്കുന്നു. അവന്റെ അനുസരണക്കേടിന് വിവിധ ദേവന്മാർ സാക്ഷികളാകുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ല. ഭാവിയിൽ തന്നെ കാത്തിരിക്കുന്ന ശിക്ഷകൾ കാണാതെ രാത്രിയുടെ മറവിൽ അവൻ അവിഹിത ലൈംഗികത ആസ്വദിക്കുന്നു.
ശ്ലോകം 10. ക്വചിത് സകൃദ് അവഗത വിഷയ വൈദത്യ സ്വയം പരാഭിധ്യാനേന വിഭ്രംശിതാ സ്മൃതിസ്തയൈവ മരീചിതോയ പ്രായാം സ്ഥാൻ ഏവ അഭിധാവതി. വിവർത്തനം. ബദ്ധാത്മാവ് ചിലപ്പോൾ ഭൗതിക ലോകത്തെ ഇന്ദ്രിയാസ്വാദനത്തിന്റെ വ്യർത്ഥത വിവേചിച്ചറിയുകയും ഭൗതികാസ്വാദനത്തെ ദുഃഖപൂർണമെന്ന് സ്വയം പരിഗണിക്കുകയും ചെയ്യുന്നു. എങ്കിലും ശക്തമായ ശരീരസങ്കല്പം മൂലം അവന്റെ ഓർമ്മ നശിക്കുകയും അവൻ വീണ്ടും വീണ്ടും ഭൗതിക സുഖങ്ങളുടെ പുറകെ നെട്ടോട്ടം നടത്തുകയും ചെയ്യുന്നു, മരുഭൂമിയിലെ മരീചികയ്ക്ക് പുറകെ പായുന്ന ഒരു മൃഗത്തെ പോലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ശുകദേവ് ബ്രഹ്മർഷി ജഡഭരതൻ വിവരിച്ചിട്ടുള്ള അലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലെ ജീവാത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ജഡഭരതൻ വനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ഒരു വ്യവസായിയുടെ ഉപമയായിട്ട് ഒരു ജീവന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭൗതിക ലോകത്തിലേക്ക് വനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യാപാരിയെ പോലെയാണ് വനത്തിൽ പ്രവേശിച്ച് വനത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ശേഖരിച്ച് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് നഗരത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് വലിയ ലാഭമുണ്ടാക്കാം എന്നുള്ള ധാരണയിലാണ്, എന്നുള്ള മോഹത്തിലാണ് ഒരു വ്യാപാരി ആ വനത്തിലേക്ക് പോകുന്നത്. അത് എളുപ്പത്തിൽ ശേഖരിച്ച് വലിയ സമ്പന്നനായി തീരാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഒരു വ്യാപാരി വനത്തിലേക്ക് പോകുന്നത്, ഒരു കച്ചവടക്കാരൻ വനത്തിലേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെ വനത്തിൽ പോയി വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാകണമെന്നില്ല. അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാം അനുകൂലമാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവിടെ ധാരാളം പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ വന്ന് നേടാം എന്ന് വിചാരിക്കുന്ന ജീവന് ഇവിടെ പ്രതികൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇവിടെ സുഖിക്കാം എന്ന് വിചാരിക്കുന്നു മനസ്സിൽ, പക്ഷെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വിപരീതമാണ്. ആ അനുഭവങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഇവിടെ ശുകദേവ് ബ്രഹ്മർഷി വിവരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആ വനത്തിൽ 6 കൊള്ളക്കാരുണ്ട്. ആ വ്യാപാരിയുടെ ധനം മുഴുവൻ അപഹരിക്കുന്ന 6 കൊള്ളക്കാരുണ്ട് അല്ലെ. ആ 6 കൊള്ളക്കാരെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതേപോലെ അവിടെ അവന്റെ സമ്പത്ത് അപഹരിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ, അവന്റെ ഊർജം മുഴുവൻ അപഹരിക്കുന്ന മറ്റു ജീവികളുണ്ട്. കടുവകൾ, കുറുക്കന്മാർ, ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്. അത് അവന്റെ ബന്ധുക്കളും കുടുംബക്കാരുമാണ് എന്ന് വിശദമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായി. അതിനുശേഷം അവന്റെ ഒരു ആഗ്രഹം ആ വനത്തിൽ ഒരു ഗന്ധർവ നഗരം സ്ഥാപിക്കണം എന്നാണ്. ആ ഗന്ധർവ നഗരത്തിൽ സുഖമായിട്ട് ജീവിക്കാം എന്നവൻ വിചാരിക്കുന്നു. ആ ഗന്ധർവ നഗരം എന്നുള്ളത് എല്ലാവരുടെയും ഹൃദയത്തിലുള്ള വലിയ സ്വപ്നമാണ്. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ എനിക്ക് സ്വന്തമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് ഉണ്ടാകണം, ഒരു ഭവനം ഉണ്ടാകണം, അത് കൊട്ടാരം പോലെയുള്ള ഒരു ഭവനം ഉണ്ടാകണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതിനും ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. അവിടെ അങ്ങനെ ഒരു ഭവനം നിർമ്മിച്ചാൽ പോലും അവിടെ ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാകും. സ്വച്ഛന്തമായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പല ജീവികളുടെ രൂപത്തിലും കള്ളന്മാരുടെ രൂപത്തിലുമൊക്കെ പല പല ഉപദ്രവങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒരു ഉൽമുഖ പിശാചിനെ കുറിച്ചാണ്. ഉൽമുഖ പിശാചം എന്നാണ് പറയുന്നത്. ഉൽമുഖ പിശാചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പിശാച് എന്ന് പറയും. തീ പിശാച്, തീയുടെ പോലെ, അഗ്നിയെ പോലെ തിളങ്ങുന്ന രൂപത്തിൽ ആകാശത്ത് മിന്നി പറയുന്ന പിശാചിനെ ചിലപ്പോൾ ഈ വ്യവസായി കണ്ട്, വനത്തിൽ വ്യവസായി കണ്ട് പേടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഉൽമുഖ പിശാച് അല്ലെങ്കിൽ തീ പിശാച് എന്ന് പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്.
ആ തീ പിശാച് എന്ന് പറയുന്നത് സ്വർണമാണ് എന്നാണ് പറയുന്നത്. എല്ലാവരെയും ആകർഷിക്കുന്ന, ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന വസ്തുവാണ് സ്വർണം എന്ന് പറയുന്നത്. അത് അതിന്റെ ആ തിളങ്ങുന്ന നിറം കൊണ്ടാണ് ആകർഷിക്കുന്നത്. സുവർണം തദ്വർണ ഗുണനിർമ്മിതമതി സുവർണം ഉപാധി സത്യഗ്നി. എല്ലാവരെയും ആകർഷിക്കുന്നതാണ് അതിന്റെ തിളക്കം കൊണ്ട്. ആ സ്വർണം എല്ലാവരെയും ആകർഷിക്കുന്നു. പക്ഷെ എന്താണ് അതിന്റെ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലങ്കാരത്തിനുള്ളത് മാത്രമാണ്, അല്ലെ? അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ വലിയ പ്രയോജനമുള്ളതല്ല ഈ സ്വർണം എന്ന് പറയും. സ്വർണമില്ലാതെയും നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ആ സ്വർണത്തിന്റെ നിറം കൊണ്ട് ആ സ്വർണം എല്ലാവരെയും ആകർഷിക്കും. അതുകൊണ്ടാണ് അതിനെ അഗ്നിയോട് ഉപമിച്ചിട്ടുള്ളത്. വനത്തിൽ കാണുന്ന ഒരു തിളക്കം, വനത്തിലെ ജലാശയത്തിൽ കാണുന്ന തിളക്കം, ആ തിളക്കം കാണുന്ന സമയത്ത് വ്യവസായി വിചാരിക്കും ഈ തണുപ്പത്ത് എവിടെയോ അഗ്നിയുണ്ട്, ആ തിളക്കം അഗ്നിയുടെ തിളക്കമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാം, അവിടെ പോയാൽ കുറച്ച് ആശ്വാസം ലഭിക്കും എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ അവിടെ എന്താണ്? ആ ജലാശയത്തിൽ ചന്ദ്രന്റെ പ്രതിബിംബം കൊണ്ടുണ്ടാകുന്ന തിളക്കമാണ്, അത് അഗ്നിയല്ല. അതുകൊണ്ട് ആ അഗ്നിയുടെ പ്രയോജനം അത് ചെയ്യുന്നില്ല. ജലത്തിലെ തിളക്കം അഗ്നിയുടെ പ്രയോജനം ചെയ്യുന്നില്ല, അത് തണുപ്പകറ്റാനും ഉപകരിക്കുന്നില്ല. അതേപോലെ സ്വർണത്തിന് തിളക്കം മാത്രമാണുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു തിളങ്ങുന്ന വസ്തുവാണ്, അത് അലങ്കാരത്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അല്ലാതെ നിത്യജീവിതത്തിൽ മറ്റു പ്രയോജനം ഒന്നുമില്ല. പിന്നീട് എന്തുകൊണ്ടാണ് അതിനെ പിശാച് എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അഗ്നിയെ, സ്വർണത്തിനെ പിശാച് എന്ന് വിളിക്കുന്നത്? എല്ലാ ദുർഗുണങ്ങളെയും ക്ഷണിച്ചു കൊണ്ടുവരുന്നതാണ് ഈ സ്വർണം എന്നാണ് പറയുന്നത്. എല്ലാ അധാർമികതയുടെയും ഇരിപ്പിടമായിട്ടാണ് സ്വർണത്തിനെ കുറിച്ച് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവ് കലിക്ക് ഇരിക്കാനുള്ള സ്ഥലമായി കൊടുത്തത് സ്വർണമാണ്. അപ്പോൾ സ്വർണം എവിടെയാണോ കുന്നുകൂടുന്നത് അവിടെ എല്ലാ അധാർമിക പ്രവൃത്തികളും വന്നു ചേരും എന്നതാണ്. അസൂയ, സ്വർണം ഇരിക്കുന്ന സ്ഥലത്ത് അതിനെ ചുറ്റിപ്പറ്റി അസൂയ വളരും, അല്ലെ? നമ്മൾ കേൾക്കുകയാണ് ആ വ്യക്തിയുടെ കയ്യിൽ ഇത്രയും സ്വർണമുണ്ട്, ധാരാളം സ്വർണമുണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? ആ വ്യക്തിയോട് വലിയ ബഹുമാനമോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് വലിയ സ്നേഹമോ ഒന്നുമല്ല തോന്നുന്നത്. എന്താണ് തോന്നുന്നത്? അസൂയയാണ് തോന്നുന്നത്. ഓ, അവന്റെ കയ്യിൽ ഇത്രയും സ്വർണമുണ്ട്, എന്റെ കയ്യിലൊന്നുമില്ല. ചില വ്യക്തികൾ അത് കേൾക്കുമ്പോൾ അത് സ്വന്തമാക്കണമെന്ന് തോന്നും, അല്ലേ? അവിടെ അങ്ങനെ അധാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കൊല, ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ സ്വർണത്തിന്റെ പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർണം എല്ലാവിധ അധാർമികതയ്ക്കും വഴിമരുന്നിടുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് അതിനെ പിശാചായിട്ട് അവിടെ പറയുന്നത്. പക്ഷെ ലോകം മുഴുവൻ അതിന്റെ പുറകെയാണ് പോകുന്നത്. അതുകൊണ്ട് സ്വർണം കുമിച്ചു കൂട്ടുന്നത് എല്ലാവിധ അധാർമികതകളും വർദ്ധിപ്പിക്കുന്നതാണ്. അതൊരു പിശാചിനെ പോലെയാണ് എന്ന് പറയും. അപ്പോൾ ആ പിശാച് ബാധയും ചിലപ്പോൾ ഈ വ്യാപാരിക്ക് ഉണ്ടാകാം. വനത്തിലെ പിശാച് ബാധ അതെന്താണ്? സ്വർണത്തിന്റെ ബാധയാണ്. സ്വർണത്തിന് വേണ്ടി ആളുകൾ പരക്കം പായുന്നു, അത് കുമിഞ്ഞുകൂടുന്നു. ആ കുമിഞ്ഞുകൂടുന്നതിന്റെ പുറകിൽ അതിനുശേഷം എല്ലാവിധ അധാർമിക പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നു. അതിന്റെ പേരിൽ അസൂയ ഉണ്ടാകുന്നു, അതിന്റെ പേരിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകുന്നു. സ്വർണത്തിന്റെ പേരിൽ കലഹങ്ങൾ, കനകം മൂലം കാമിനി മൂലം നമ്മൾ കേട്ടു. കനകം എവിടെയാണോ ഉള്ളത് അവിടെ തീർച്ചയായിട്ടും അതിന്റെ പേരിൽ വഴക്കുണ്ടാകും. നിനക്ക് ഇത്ര സ്വർണം തന്നു, ഇത്ര സ്വർണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കലഹങ്ങളും ഉണ്ടാകും. നമ്മൾക്കറിയാം, സ്വാഭാവികം. അതിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ കൊലപാതകം പോലും ഉണ്ടാകും, കുടുംബത്തിൽ വലിയ വഴക്കുണ്ടാകും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഒരു ഉന്മുഖ പിശാചായിട്ടാണ് ഈ സ്വർണത്തിനെ പറയുന്നത്. എല്ലാരെയും ആകർഷിച്ച് നശിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ആ സ്വർണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഒരു മരീചികയെ കുറിച്ചാണ്. ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാവശ്യത്തിന് വേണ്ടി ഒരുപാട് വസ്തുക്കൾ ആവശ്യമാണ്. ഭക്ഷണം ആവശ്യമാണ്, കുടിക്കാൻ ശുദ്ധമായിട്ടുള്ള ജലം ആവശ്യമാണ്, സുഖമായിട്ട് വിശ്രമിക്കാൻ പാർപ്പിടം ആവശ്യമാണ്, മറ്റ് സുഖസൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾക്ക് ആവശ്യമാണ്.
അപ്പോൾ ഇതൊന്നും അത്ര എളുപ്പത്തിൽ ഈ ഭൗതിക ലോകത്തിൽ ലഭിക്കുന്നില്ല. ആത്മീയ ലോകത്തിലാണെങ്കിൽ ഏത് വസ്തുവും നമ്മൾ ആഗ്രഹിച്ച ഉടനെ നമ്മൾക്ക് വളരെ ലളിതമായിട്ട് ലഭിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ ആ ലോകത്തിനെ ചിന്താമണി ധാമം എന്ന് പറയുന്നത്. ചിന്താമണി പ്രകരസത്മസു കൽപ്പവൃക്ഷ. ആഗ്രഹിച്ചാൽ മതി, അവിടെ വസ്തുക്കൾ ലഭിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. ആഗ്രഹിച്ചാൽ തന്നെ അവിടെ ലഭിക്കും. പക്ഷെ ഈ ഭൗതിക ലോകത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഓരോ വസ്തുവും ജീവിതാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ വസ്തു ലഭിക്കുന്നതിനും വലിയ പ്രയത്നം അതിന്റെ പുറകിൽ ആവശ്യമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. അതിനു പുറമെ കുടുംബാംഗങ്ങളുടെ ആവശ്യം കൂടി ഉണ്ടാകും. ഇതെല്ലാം പരിഗണിച്ച് അവൻ പല സ്ഥലത്തും ഓടി നടക്കേണ്ടി വരും, അലഞ്ഞു നടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. സംസാര അടവ്യാം ഇതത്തഥ പരിധാവതി. അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കേണ്ടി വരും. കലിയുഗത്തിൽ പ്രത്യേകിച്ചും ജീവിതാവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ആളുകൾ ഓടി നടന്ന് പണിയെടുക്കും. ഇപ്പോൾ രാത്രിയും പണിയെടുക്കേണ്ടി വരും. അത് കലിയുഗത്തിന്റെ ലക്ഷണമാണ്. മറ്റു യുഗങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. സത്യയുഗത്തിലൊക്കെ വളരെ ലളിതമായിട്ട് അവർക്ക് വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ കുറയും തോറും ജനങ്ങൾക്ക് ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അലഞ്ഞു നടക്കേണ്ടി വരും. പലർക്കും ഈ രാജ്യത്ത് നിന്ന് ഒന്നും നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജീവിതാവശ്യങ്ങൾ നേടേണ്ടി വരും. അവർക്ക് കുടുംബാംഗങ്ങളുടെ കൂടെ ഇരിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഭൗതിക ലോകത്തിലുണ്ടാകും. അത് ഏതുപോലെയാണ്? മരുഭൂമിയിൽ മരീചികയ്ക്ക് പുറകെ പായുന്ന ഒരു മൃഗത്തിനെ പോലെ അങ്ങനെ ഓടി നടക്കേണ്ടി വരും. അല്ലെങ്കിൽ വനത്തിൽ വഴിയറിയാതെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ ലക്ഷ്യമില്ലാതെ വനത്തിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരും. അതേപോലെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, ഓരോ വസ്തുക്കളും ലഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിക്ക് പല സ്ഥലത്തും അലഞ്ഞു നടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതും ഒരു വലിയ ദുഃഖം ആണ്. പക്ഷെ അതൊന്നും ദുഃഖമാണെന്ന് പോലും മനസ്സിലാക്കാതെ ആളുകൾ അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓഫീസിൽ പോകണം, അതിന്റെ മുന്നേ ഭക്ഷണമൊക്കെ തയ്യാറാക്കണം. ആ ഭക്ഷണം തയ്യാറാക്കി കഴിക്കാൻ പോലും നേരമില്ലാതെ ഓടേണ്ടി വരുന്നു. ഓഫീസിലെത്താൻ ഒരുപാട് നേരം സഞ്ചരിക്കേണ്ടി വരുന്നു. അവിടെയും വാഹനത്തിൽ കയറിപ്പറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ ഒരുവിധം ഓഫീസിലെത്തി അവിടെ നിന്ന് വർക്ക്, നമ്മുടെ ജോലി തീർക്കാൻ വേണ്ടി ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. മേലധികാരികളുടെ ശകാരങ്ങൾ, ഭയപ്പെടുത്തലുകൾ ഒക്കെ സഹിക്കേണ്ടി വരുന്നു. തിരിച്ചു വീണ്ടും വീട്ടിലെത്തുന്നതിന് വേണ്ടി ധാരാളം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു വ്യക്തിക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ക്വചിച്ഛവാദോപമ്യ. ചില സമയത്ത് ആ വനത്തിൽ വലിയ ചുഴലിക്കൊടുങ്കാറ്റടിക്കുമെന്നാണ് പറയുന്നത്. ചുഴലിക്കൊടുങ്കാറ്റ്. ആ ചുഴലിക്കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് ആ വ്യാപാരിക്ക് കണ്ണു കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഒന്നും കാണുന്നില്ല. ചുഴലിക്കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് പൊടിപടലങ്ങൾ കൊണ്ട് മൂടി കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥ, വഴിയൊന്നും അറിയാത്ത അവസ്ഥയാണ്. അങ്ങനെ ആ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ ചുറ്റിക്കറങ്ങേണ്ടി വരും എന്നാണ് പറയുന്നത്. ഈ ചുഴലിക്കൊടുങ്കാറ്റായി പറയുന്നത് സ്ത്രീ പുരുഷ ആകർഷണമാണ്. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ള ആകർഷണം. ആ ആകർഷണത്തിൽ പെട്ടുകഴിഞ്ഞാൽ അന്ധത ബാധിക്കും എന്നാണ് പറയുന്നത്. കാമാന്ധത ബാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ചുഴലിക്കൊടുങ്കാറ്റടിക്കുമ്പോൾ കണ്ണു കാണാൻ പറ്റാത്തതുപോലെ സ്ത്രീ പുരുഷ ആകർഷണം ഉണ്ടാകുന്ന സമയത്ത് ഒന്നും കാണാൻ പറ്റാത്ത, ബുദ്ധി പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്. സമ്മോഹ അവസ്ഥയാകും എന്നാണ് പറയുന്നത്. ആ സമ്മോഹ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരു അന്ധ അവസ്ഥയിൽ എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ദിക്പാലകന്മാരുണ്ട് എന്ന് പറയുന്നു. ദിഗ്ദേവതമാർ ചുറ്റുമുണ്ട്. അതേപോലെ സൂര്യനും ചന്ദ്രനും സാക്ഷിയായിട്ടുണ്ട്. അതേപോലെ പരമാത്മാവ് സാക്ഷിയായിട്ടുണ്ട്. ഇതൊന്നും കണക്കാക്കാൻ ആ സമയത്ത് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതെല്ലാം മറന്നുപോകും. മൃതിഭ്രംശ ബുദ്ധിനാശോ എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം കാരണമായിട്ടുള്ള ചുഴലിക്കൊടുങ്കാറ്റായിട്ടാണ് ഇവിടെ സ്ത്രീ പുരുഷ ആകർഷണത്തിനെ പറയുന്നത്. ആ സ്ത്രീ പുരുഷ ആകർഷണത്തിൽ പലപ്പോഴും പെട്ടുപോയി പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എല്ലാവരും തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ദിഗ്ദേവതമാർ നിരീക്ഷിക്കുന്നുണ്ട്, പരമാത്മാവ് സാക്ഷിയാണ് എന്നതൊന്നും ആ വ്യക്തി അതെല്ലാം മറന്നു പോകും.
പിന്നീട് തന്റെ പേരിന് പോലും കളങ്കമുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് ചെയ്തു പോകുന്നു എന്നാണ് പറയുന്നത്. അവൻ പിന്നീട് കൂടുതൽ ദുരിതങ്ങളിലേക്ക് വീണു പോകുന്നു എന്നാണ് പറയുന്നത്. അവന്റെ പേരും പ്രശസ്തിയും ഒക്കെ നശിച്ചു പോകുന്നു. ചില സമയത്ത് ആ വ്യക്തി ഇതെല്ലാം വ്യർത്ഥമാണ്, ഈ ഭൗതികമായിട്ടുള്ള ആസ്വാദനമെല്ലാം ശരിയായിട്ടുള്ള സന്തോഷം എനിക്ക് നൽകുന്നില്ല, അതെന്നെ കൂടുതൽ കൂടുതൽ കെട്ടുപാടിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഇതല്ല ശരിയായിട്ടുള്ള സന്തോഷം, ഇതല്ല ശരിയായിട്ടുള്ള പ്രവൃത്തി എന്നൊക്കെ ചില സമയത്ത് തിരിച്ചറിയും. എന്നാലും ആ വ്യക്തി വീണ്ടും ഇന്ദ്രിയാസ്വാദനത്തിലേക്ക് തന്നെ പോകും എന്നാണ് പറയുന്നത്. മരുഭൂമിയിൽ ഒരു വ്യക്തി മരീചിക കണ്ടു, അവിടേക്ക് ഓടിപ്പോയി. അത് മരീചികയാണെന്ന് മനസ്സിലായി, അത് വെള്ളമല്ല എന്ന് മനസ്സിലായി. പക്ഷെ തൊട്ടടുത്ത് വീണ്ടും മരീചിക കാണും, തൊട്ടടുത്ത് വീണ്ടും വെള്ളം പോലെ തോന്നിക്കുന്ന എന്തോ വസ്തു കാണും, അവിടേക്ക് ഓടിപ്പോകും. ഇങ്ങനെ ഇതെല്ലാം മരീചികയാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ ഇന്ദ്രിയങ്ങളുടെ ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങൾ വീണ്ടും വീണ്ടും അവനെ തെറ്റായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഗീതയിൽ അതിന് വേറെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. വായുർ നവം ഇവാംബസി, അല്ലെ, കെട്ടിയിടാത്ത തോണി കാറ്റടിക്കുന്ന സമയത്ത് വെള്ളത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അതിന് സ്വന്തമായിട്ട് പ്രതിരോധിക്കാൻ ശക്തിയില്ല. കാറ്റടിക്കുന്ന സമയത്ത് തോണിയെ വലിച്ചു കൊണ്ടുപോകും. അതുപോലെ ബുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ പോലും, വിവേകശാലിയാണെങ്കിൽ പോലും, ജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഇന്ദ്രിയ വിഷയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളിലേക്ക് ഒരു വ്യക്തിയുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തി അറിവുള്ള വ്യക്തിയാണെങ്കിൽ പോലും അങ്ങനെ ആ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ പോകും. മരുഭൂമിയിൽ ഒരു മൃഗം മരീചികയ്ക്ക് പുറകെ പോകുന്നത് പോലെ ഒരു വ്യക്തി പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ഒരു വ്യക്തിയെ ഭൗതിക ലോകത്തിൽ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും അടുത്ത വിഷയങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. മൂങ്ങയെക്കുറിച്ചും അതേപോലെ ചീവീട്ടിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശോഭനമാകി ജപിച്ചോ. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.